ഈ ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസ് നമുക്ക് എന്തൊക്കെ സൂക്ഷിക്കാം? വിൽവാദി ടാബ്ലറ്റ് വെക്കാം. ഇത് ചെറിയ മൈൽഡ് ഇൻഡൈജഷൻ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊരു ഫുഡൊക്കെ കഴിച്ച് നമുക്കൊരു ചെറിയൊരു വയറിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ടാബ്ലറ്റാണ് വിൽവാദി ടാബ്ലറ്റ്. അതുപോലെ ചെറിയ ഇൻസെക്ട് ബൈറ്റ് അല്ലെങ്കിൽ ചൊറിയങ്ങണ്ണൊക്കെ പോലത്തെ പ്ലാന്റ്സിനെ തൊടുമ്പോൾ വരുന്ന റാഷസ്, ഇതൊക്കെ ഹീൽ ചെയ്യാനും നല്ലതാണ്. നമ്മളത് വെള്ളത്തിൽ ചാലിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ റാഷസ് പോകാനും ഹെൽപ്പ് ചെയ്യും. ധന്വന്തരം ടാബ്ലറ്റ്, ഗ്യാസ് കിട്ടുക അല്ലെങ്കിൽ വയറിന് നമുക്ക് കമ്പിക്കുക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ധന്വന്തരം ടാബ്ലറ്റ് നല്ലതാണ്. അല്ലെങ്കിൽ വിൽവാദി ലേഹ്യം നല്ലതാണ് ഡൈജഷൻ കറക്റ്റ് ചെയ്യാനും. അതുപോലെ തന്നെ വോമിറ്റിംഗ്, അതുപോലെ ലൂസ് സ്റ്റൂൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വിൽവാദി ലേഹ്യം വിത്ത് ഹോട്ട് വാട്ടർ നല്ലൊരു സൊല്യൂഷനാണ്. പിന്നെ ത്രിഫല ചൂർണം, ഇതും നമുക്ക് ഹൈവ്സിനെ അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യാം. വിത്ത് കേർഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സൺബേൺ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വിത്ത് വാട്ടർ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാമിങ് സെൻസേഷൻ വരും. അതല്ലാണ്ട് നമുക്ക് അകത്തോട്ട് ഒരു കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പൊടിയാണ് ത്രിഫല ചൂർണം. എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു കോമൺ ഈസി മെഡിസിനാണ് ഹണി. പൊള്ളലിന് പരട്ടാം. ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടേബിൾ സ്പൂൺ കഴിക്കാൻ പറ്റുന്നതാണ്. വിത്ത് നമ്മുടെ ജാതിക്ക അരച്ച് തേൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ലൂസ് സ്റ്റൂൾസും നിൽക്കേണ്ടതാണ്. ചെറിയ അബ്ഡോമിനൽ ഡിസ്കംഫേർട്ടിന് കൊടുക്കാം. റെസ്പിറേറ്ററി ഇൻഫെക്ഷനും കഫക്കെട്ട് കൂടുതലായിട്ടുള്ളവർക്കും റെഗുലറായിട്ട് ഹണി യൂസ് ചെയ്യുക. കോൺസ്റ്റിപ്പേഷൻ ഉള്ളപ്പോൾ മാത്രം ഹണി അവോയ്ഡ് ചെയ്യുക. സുനേത്ര, ഇത് നമുക്ക് കണ്ണിൽ ചെറിയൊരു കരട് പോവുക, ഫോറിൻ ബോഡി സെൻസേഷൻ, കണ്ണിൽ ഹീറ്റ്, അല്ലെങ്കിൽ കുറേ നേരം കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നിട്ട് വരുന്ന ഒരു സ്ട്രെസ്, കണ്ണിനുള്ള സ്ട്രെസ്, ഇതിനൊക്കെ സുനേത്ര ഡ്രോപ്സ് നമുക്ക് കയ്യിൽ വെക്കാവുന്നതാണ്.